ശ്രീജ, ഇവരുടെ പക്കൽ നിന്ന് ഈ ഡോക്ടർമാരുടെ സംഘത്ത് നിന്ന് ആകെ പിടിച്ചെടുത്ത ഈ സ്ഫോടക വസ്തുക്കളുടെ അളവെന്ന് പറഞ്ഞാൽ 3000 കിലോഗ്രാമാണ്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ പദ്ധതിയിട്ടതെന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തെളിവാണ്. 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, അതിലേതാണ്ട് 326 കിലോഗ്രാം മാത്രം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ അവർ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഈ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. പ്രധാനമായിട്ടും 2012 മുമ്പാണ് ഈ അമോണിയം നൈട്രേറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ RDX അല്ലെങ്കിൽ ഇപ്പോൾ IED പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ അമോണിയം നൈട്രേറ്റിന് പുറമെ മറ്റ് സ്ഫോടക വസ്തുക്കളും ഈ ഡോക്ടർമാർ സംഘടിപ്പിച്ചിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനത്തിനായിട്ട് പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് വരുന്നത്. പോലീസ് നിലവിൽ 3 വാഹനങ്ങളെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഈ ഡോക്ടർമാരുടെ സംഘം ഇത് വാങ്ങിയതായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകളും പോലീസിനുണ്ട്. ഇതിൽ ആദ്യത്തേത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന I-20 എന്ന് പറയുന്ന I-20 വാഹനമാണ്, ഈ വെള്ള കളർ I-20. അതിന് പുറമെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാഹനം അവർ അത് വാങ്ങിയിട്ടുണ്ട്. ചുവന്ന കളർ ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വാഹനമാണ് ഇവർ വാങ്ങിയതായിട്ട് സൂചനയുള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഡൽഹി രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ DL10CK 0458 എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇവർ വാങ്ങിച്ചത്. ഇതിന് പുറമെ ഒരു ബ്രസ എന്ന വാഹനവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഫോർഡ് എക്കോസ്പോർട്ടിനെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഫരീദാബാദിൽ നിന്ന് ഇത് കണ്ടെത്തിയതായിട്ടാണ് വിവരം. അവിടെ ATS സേന ഉൾപ്പെടെ ഇത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.